ഹലോ ഗായ്സ്, യാസിൻ കരികര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ എൻ്റെ ഞാൻ പറയാൻ പോകുന്നത് മൂവീസിനെ കുറിച്ചാണ്, മൂവി റിവ്യൂസിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പടം കണ്ടപ്പോൾ ഒരു തോട്ട് വന്നതാണ്, അതിനെക്കുറിച്ച് കുറച്ച് പറയാം എന്നുള്ളൊരു ധാരണയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മൂവീസ് ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ അല്ലാത്തവർ സ്കിപ്പ് അടിച്ച് പോവാം. ടോട്ടലി കാണാൻ ശ്രമിക്കുക. ഒരുപാടൊന്നുമില്ല, ഒരുപാട് നീട്ടുന്നൊന്നുമില്ല. കറക്റ്റ് ഒരു കാര്യം പറയാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് അറിയാം, ദിനേശ് പോത്തൻ, നമ്മുടെ ഒരു ഡയറക്ടർ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൊരു ആക്ടർ കം ഡയറക്ടർ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ മൂവി റിവ്യൂസ് എന്താ പറയുക, മൂവീസിനെ ബാധിക്കില്ല എന്നുള്ളത്. അതെനിക്കൊരിക്കലും ശരിയായിട്ടുള്ളൊരു വാക്കാണെന്ന് എനിക്ക് തോന്നിയില്ല പേഴ്സണലി. സോ ഞാൻ ഒരുപാട് കാലമായിട്ട് പടമൊന്നും കണ്ടിട്ടില്ലായില്ല, തിയേറ്ററിൽ പോയി ഒരു പടവും കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പോയി കണ്ടത് സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞിട്ടുള്ള നസ്രിയ നസീമും അതേപോലെ തന്നെ ബേസി ജോസഫൊക്കെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വന്നിട്ടുള്ള പടമാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓരോ പടം കാണാൻ പോകുമ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നോക്കൽ യൂട്യൂബിൽ ആ മൂവിൻ്റെ റിവ്യൂ നോക്കും. മെയിൻ പ്രമുഖരായിട്ടുള്ള പല റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ പോകൽ, ഈ അവസാന പടം വരെ കേട്ടോ. ഇനി പോകുമ്പോൾ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. സോ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ പടം എല്ലാ റിവ്യൂസും നല്ല റിവ്യൂ കൊടുത്തിട്ടുള്ളൊരു പടമായിരുന്നു. സോ അതിൻ്റെ കമൻറ്റ് സെക്ഷനിലാണെങ്കിലൊക്കെ എല്ലാവരും തീയും പുകയല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിരുന്നില്ല. ആ ഒരു കാരണത്താൽ ഞാൻ പോയി കണ്ടു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് എൻ്റെ കപ്പ് ഓഫ് ടീ ആയിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളാണ് അല്ലേ. പക്ഷേ അത് റൈറ്റ് ഓഡിയൻസിൻ്റെ അടുത്ത് എത്തണം എന്നുള്ളതാണ് ഓരോ സിനിമാക്കാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. സോ അപ്പോൾ ഈ ഒരു റിവ്യൂസ് കണ്ട് നമ്മൾ പോയി നമുക്കത് നമ്മുടെ കപ്പ് ഓഫ് ടീ ആവണം എന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, പല ആളുകൾക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഒരു കാരണമല്ല, പല ആളുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, പല ആളുകൾക്കും നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് ആ പടം. വാട്ട് എവർ ഇറ്റ് ഈസ്, അതിലിപ്പോൾ നസ്രിയ ആണെങ്കിലും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ നല്ല ആക്ടേഴ്സ്. ആക്ടിംഗ് വൈസ് നസ്രിയ ഏറ്റവും നല്ല രീതിയിൽ ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു തിരിച്ചുവരവ് തന്നെയാണ്. ഇപ്പോൾ ബേസിലാണെങ്കിൽ ആരായാലും അവരുടെ ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ തന്നെ എല്ലാവരും മൂവീസിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു പടം ഈ ഒരു റിവ്യൂസ് അതിനെ ബാധിക്കുന്നുണ്ടോ? ഞാൻ പറയാം, പേഴ്സണലി ഞാൻ പറയാം നിങ്ങളോട്, ഒരിക്കലും നിങ്ങളൊരു പടം കാണാൻ പോകുന്ന സമയത്ത് യൂട്യൂബിൽ കയറിയിട്ടോ എങ്ങനെയാണെങ്കിലും അതിൻ്റെ റിവ്യൂസ് നിങ്ങൾ കാണാതിരിക്കുക. ഒരിക്കലും നിങ്ങൾ കാണരുത് അതിൻ്റെ റിവ്യൂസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടോളൂ. അവരെന്നെ പറയുന്നുണ്ട്, അവരിടുന്ന അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അല്ലാതെ വേറൊരാളുടെ ഒപ്പീനിയൻ അല്ല. അവരുടെ സ്വന്തം പേഴ്സണൽ ഒപ്പീനിയനാണ് അവരിടുന്നത്. സോ ആ പേഴ്സണൽ ഒപ്പീനിയൻ നമ്മളെന്തിനാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് പിന്നെ എനിക്കുള്ള വന്ന തോട്ട്. അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ അവരുടെ ഒപ്പീനിയൻ, നമ്മളെന്തിനാണ് അത് ഫോളോ ചെയ്യുന്നത്? പിന്നെ അവർക്ക് ഒരു റിവ്യൂ ഇടരുതെന്ന് നമ്മൾക്ക് ഒരിക്കലും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അവരുടെ നെറ്റ്, അവരുടെ പൈസ, അവരുടെ ടൈം എല്ലാം കളഞ്ഞിട്ട് അവർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിടുന്നു. അവരുടെ ഇൻറ്റൻഷൻ എന്താണ്? അവർക്ക് പൈസ കിട്ടണം. മെയിനായിട്ട് തന്നെ പൈസ തന്നെയാണ്, അല്ലാതെ വേറെ ആരും നന്നാക്കാനല്ലല്ലോ അവർ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനടക്കം ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരിക്കും? ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു വീഡിയോ ഇടുന്നു എന്നുള്ളതാണ്. അത് ആർക്കും റെസ്ട്രിക്റ്റ് ചെയ്യാനോ പറ്റില്ല. അതായത് യൂട്യൂബിൻ്റെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആർക്കും ഒരു യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ എന്നിരുന്നാലും ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ മൂവീസിൻ്റെ കാസ്റ്റ് നോക്കാം, ആ മൂവീസിൻ്റെ ജനറൽ നോക്കാം, എങ്ങനത്തെ മൂവീസാണ്, ആക്ഷൻ ആണോ അതേപോലെ തന്നെ കോമഡി മൂവിയാണോ ത്രില്ലറാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ആ മൂവീൻ്റെ എന്താ പറയുക, സർട്ടിഫൈഡ് ഏതാണ്, സർട്ടിഫൈഡ് ആണോ, അതായത് പ്രായമുള്ള ആളുകൾ അതേപോലെ തന്നെ കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ പടമാണോ എന്ന് നമുക്ക് സർട്ടിഫൈഡ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സോ അതൊക്കെ നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് പോവാം എന്നുള്ളതാണ്. ഇപ്പോൾ മാർക്കോ എന്ന് പറഞ്ഞിട്ട് മൂവി ഞാൻ കണ്ടിട്ടില്ല, അതിൻ്റെ റിവ്യൂസ് അറിഞ്ഞതാണ് ഏകദേശം. അതിൻ്റെ ആക്ടർ തന്നെ പറഞ്ഞിരുന്നു അതൊരു എന്താ പറയുക, ഒരു ടോട്ടലി ബ്രൂട്ടലി വയലൻ്റ് ആയിട്ടുള്ള പടമാണ്. മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ഇതുവരെ വരാത്ത ഒരു വയലൻസ് അതിലുണ്ട് എന്നുള്ള അദ്ദേഹം തന്നെ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ള, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ് എല്ലാവരും കണ്ടതെന്ന് പല റിവ്യൂസും അറിഞ്ഞു. പല കമൻറ്റ് സെക്ഷനിലും അതുതന്നെയാണുള്ളത്. സെക്കൻഡ് ഹാഫിൽ വളരെയധികം വയലൻസ് ആണെന്നുള്ളതാണ്. സോ അതൊരു സർട്ടിഫൈഡ് കൂടിയാണ്. എന്നിട്ട് ആ പടം കാണാൻ നമ്മൾ ഒരു പ്രായമുള്ള ആൾക്കാരും കുട്ടികളെയും കൊണ്ടുപോകുന്നത് അത് നമ്മുടെ തെറ്റാണ് അല്ലേ? അത് അതിന് കൽപ്പുള്ള ആൾക്കാർ, അത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പോയി കാണുക എന്നുള്ളതാണ് പറയാൻ പറ്റുള്ളൂ. അല്ല, ഓൾറെഡി ഒരു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് തന്നെയാണ് അവരതിൽ കൊടുന്നും ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ പറയാനുള്ളത്, റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇൻസ്റ്റയിൽ തന്നെ ഒരു ഫ്ലഡ് പോലെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ചെയ്ത് ഒരു എന്താ പറയുക, ഖൽബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം ആണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്ന ഒരു കാരണം. സോ ഖൽബ് എന്ന് പറയുന്ന പടം പല ആളുകളെയും കരയിപ്പിച്ചിട്ടുള്ള ഒരു പടമാണ്.
അല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലഡ് തന്നെ ആയിരുന്നു ഇൻസ്റ്റ ഏത് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം. ഇവഞ്ച്വലി ഇപ്പോൾ അത് തീർന്നിട്ടുണ്ട്. എന്തായിക്കോട്ടെ, ആ ഒരു പടം പല ആളുകൾക്കും അതിനൊരു ഓഡിയൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ആ പടം ഒരു വർഷത്തിന് മുന്നേ തിയേറ്റർ റിലീസായതാണ്. 1 വീക്ക് പോലും തിയേറ്ററിൽ കളിച്ചിട്ടില്ല ആ പടം. നമുക്കറിയാം, അന്നത്തെ റിവ്യൂസ് എടുത്ത് നോക്കിയാൽ ആ പടത്തിന് ആരും നല്ല റിവ്യൂസ് പറഞ്ഞിട്ടില്ല. പല ആളുകളും അതിന് പറഞ്ഞിട്ടുള്ളത് നല്ല റിവ്യൂസ് അല്ല. സോ അതൊരു എന്താ പറയുക, അത് അവർക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് ആയിരിക്കില്ല, അവർക്ക് പറ്റിയിട്ടുള്ളൊരു പടം ആവില്ല. അതുകൊണ്ടാണ് അവരത് അങ്ങനെ പറഞ്ഞത്. സോ അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുക, ആ ഒ ടി ടിക്ക് വരുമ്പോൾ അത്രമാത്രം ആളുകൾ അതിനെ സ്വീകരിക്കുന്നു, അത്രമാത്രം ആളുകളുടെ കരയുന്നു, അത്രമാത്രം ആളുകൾക്ക് ഭയങ്കര ഇമോഷണലി ഫീലിംഗ് വരുന്നു ആ പടം കണ്ടിട്ട്. ആ ഒരു ഓഡിയൻസിനെയാണ് ആ പടത്തിൻ്റെ ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവുക. ആ ആൾക്കാരെങ്കിലും ആ പടം കയറി കണ്ടിരുന്നെങ്കിൽ ആ പടം ഫിനാൻഷ്യലി എന്തായിരുന്നു, അവർ വിജയിച്ചിരുന്നു ആ പടം കൊണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു ഫിലിം എടുക്കുന്ന ഒരാളുടെ അവരുടെ എത്രമാത്രം കഷ്ടപ്പാടാണെന്ന് ഞാൻ പറയില്ല. കഷ്ടപ്പാട് തന്നെയാണ്, എല്ലാതും കഷ്ടപ്പാട് തന്നെയാണ്. അതിൽ എന്താ പറയുക, വർക്ക് ചെയ്തിട്ടില്ല എല്ലാവരും കഷ്ടപ്പാട് എന്ന് പറഞ്ഞതിൽ അതിലെനിക്ക് യോജിപ്പില്ല. കാരണം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ഒരു പടത്തിൽ ഒരുപാട് ആളുകളുണ്ടായി. ഈവൻ ചായ കൊടുക്കുന്ന ആളുകൾ വരെ പെയ്ഡാണ്. എല്ലാവരും പെയ്ഡാണ്. ഈവൺ ഇപ്പോൾ ഒരു ആക്ടർ, ഇപ്പോൾ ലാലേട്ടൻ്റെ റെമ്യൂണറേഷൻ ഒരു 6 കോടി രൂപയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പെയ്ഡാണ്, അദ്ദേഹത്തിന് ആ പൈസ കിട്ടും. ഈ പടം തിയേറ്ററിൽ ഓടിയാലും ശരി, ഓടിയില്ലെങ്കിലും ശരി, ആ പടം എത്ര 2 ദിവസം കൊണ്ട് പോയാലും ശരി, എന്തായാലും അതിൽ അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈച്ച് ആൻഡ് എവ്രി വൺ എന്താണ്, പെയ്ഡാണ്. അത് ഈ തിയേറ്ററിൽ വന്നിട്ട് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് വേണ്ട അവർക്ക് പൈസ കിട്ടാൻ. സോ അതിൽ അവരെല്ലാം വർക്ക് ചെയ്യുന്നത് എന്തിനാണ്, പൈസക്ക് വേണ്ടി തന്നെയാണ്, ഒരു സംശയമില്ല അല്ലേ? അപ്പോൾ അങ്ങനെ പറയുന്നതിൽ എനിക്ക് അറിയില്ല. ഇവിടെ പ്രശ്നം വരുന്ന ആർക്കാണ്, ഇവിടെ പ്രശ്നം വരുന്ന ഒരേ ഒരാൾ പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ പൈസ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി, മേ ബി പല കാര്യങ്ങളും കുറേ വിറ്റും തൊളിച്ചൊക്കെ ആയിരിക്കും ഈ ഒരു പടത്തിലോട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആത്മഹത്യയുടെ വക്കിൽ വരെ അവർ എത്തുന്നുണ്ട്. പല ആളുകളും അങ്ങനെ ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ്. സോ ആ പ്രൊഡ്യൂസേഴ്സിന് ഒരു റിട്ടേൺ, ഈ ഒരു ബിസിനസ്സിൽ റിട്ടേൺ കിട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. അതിന് ഈ റിവ്യൂസ് ഒരു കാരണം ആവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംഭവം ഇപ്പോൾ പലരുടെയും ഫെയ്ത്ത് എന്താണെന്ന് അറിയില്ല. പല ആളുകൾക്കും ഫിലിം എടുക്കണമെന്നും പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് നമ്മളിൽ ഒരാളാവും അതും. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ അത് നമുക്കും ബാധിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിപ്പോൾ തന്നെ മനസ്സിലാക്കുക. കാരണം ഒരു പടത്തിന് ഇപ്പോൾ ഫിനാൻഷ്യലി ഇപ്പോൾ ഒ ടി ടിയിൽ ഇപ്പോൾ വലിയ എന്താ പറയുക, ആൾക്കാർ നല്ലത് പറഞ്ഞിട്ട് അവർക്ക് എന്ത് ഫിനാൻഷ്യലി ഗുണമാണ് കിട്ടിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ. തിയേറ്ററിൽ നിന്നൊന്നും കിട്ടില്ല. ഇനിയിപ്പോൾ ഒ ടി ടിക്ക് അത് കൊടുക്കുമ്പോൾ തന്നെ എത്രമാത്രം കിട്ടിയിട്ടുണ്ടാവും. ഒരു പുതുമുഖ നടന്മാരാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ തിയേറ്ററിൽ ഫ്ലോപ്പായിട്ടുള്ളൊരു പടം കൂടി ഒ ടി ടിയിൽ നിന്ന് അവർക്ക് എത്രമാത്രം കിട്ടിയിട്ടുണ്ടാവും നമുക്ക് ഏകദേശമൊക്കെ എന്താ പറയുക ഊഹിച്ചാൽ നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഫിനാൻഷ്യലി അവർക്കൊന്നും ആയിട്ടില്ല, വെറുതെ ജസ്റ്റ് ആളുകൾ പറയുന്നു നല്ല പടം, അതുകൊണ്ട് അവർക്ക് സംതൃപ്തിയാകാം എന്നല്ലാതെ ഒന്നും പോക്കറ്റിലായിട്ടുണ്ടാവില്ല. സോ അപ്പോൾ ഒരു മൂവി എടുക്കുമ്പോൾ അവരുടെ ചിന്താഗതി അതൊക്കെ അതിൽ പ്ലസ് തന്നെയാണല്ലോ. ആർട്ടാണ് ഓക്കെ, പക്ഷേ എല്ലാവരും മെയിനായിട്ട് ബിസിനസ്സും ക്യാഷ് ഏൺ ചെയ്യണം അതുകൊണ്ട് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഇൻറ്റൻഷൻ വെച്ചിട്ട് തന്നെയാണ് പലരും ഫിലിം എടുക്കുന്നത് എന്നുള്ളതിനൊരു സംശയമില്ല. അതിലൊരു തെറ്റും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഈ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ ആ പറഞ്ഞ ആളുകൾ, ഇപ്പോൾ ഈ കൽബ് കണ്ട് കരഞ്ഞ ആൾക്കാർ മാത്രം ആ പടത്തിന് പോയാൽ മതിയെന്ന്. ആ പടം വിജയിച്ചിരുന്നു. എന്തുകൊണ്ട് അവർ തിയേറ്ററിൽ എത്തിയില്ല? അവിടെയാണ് ഒരു ബ്ലോക്ക് വരുന്നത്. ഈ റിവ്യൂസ് കാണുന്നു. ഒരിക്കലും ആ റിവ്യൂസിനെ കുറ്റം പറയില്ല കേട്ടോ. ഒരിക്കലും റിവ്യൂസിന് അവരവരുടെ പ്ലാറ്റ്ഫോമിൽ ഒരു ഇത് കാണുന്ന നമ്മളാണ് പ്രശ്നക്കാർ. അങ്ങനെ കണ്ടാൽ മതി. കാരണം അവരവരുടെ പടം അവരൊരു റിവ്യൂ അവരുടെ പ്ലാറ്റ്ഫോമിൽ ഇടാണ്. അവരാരും പിടിച്ചാണ്ട് നിങ്ങളിത് വന്ന് കാണിയെന്ന് പറയണമെന്നില്ല. നമ്മൾ പോയി തലവെച്ച് കൊടുക്കുക, നമ്മൾ പോയി കാണുകയാണ്. സോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ എപ്പോഴും കാണുന്ന റിവ്യൂവർ ഈ ഒരു പടം കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പടത്തിന് പോവില്ല. ആ പടം നമുക്കത് ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമായിരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഹൽബിൻ്റെ എക്സാമ്പിൾ തന്നെയാണ് എനിക്ക് എടുക്കാനുള്ളത്. സോ നമ്മൾ മനസ്സിലാക്കുക, പല പടങ്ങളും അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഒരു പടം പോയി നമ്മൾ റിവ്യൂ ഒന്നും പോയി കണ്ടില്ല, റിവ്യൂ ഒന്നും കാണാതെ നമുക്ക് പോയി ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കുക, അത് നമ്മുടെ ഫെയ്റ്റായി കൂട്ടുക. ഇപ്പോൾ 120 ആണെങ്കിൽ എത്രയാണെങ്കിൽ ആ പൈസ പോയി, അത്രേ ഉള്ളൂ, അങ്ങനെ കണക്കാക്കുക. പക്ഷെ മേ ബി അത് കിട്ടിയാലോ, നല്ലൊരു മൊമെൻറ്റ്, ആ ഒരു ടൈം, ഇപ്പോൾ 2.5 മണിക്കൂറോ 3 മണിക്കൂറോ എത്ര ആയിക്കോട്ടെ, ആ ടൈമിൽ നമുക്ക് ഒരു സംതൃപ്തി ആയാലോ, അത്ര നമ്മൾ കണ്ടാൽ പോരെ. ആ ഒരു ടൈം, അതൊക്കെ തന്നെയാണ് മൂവീനെ ഉദ്ദേശിക്കുന്നത്, അത് തന്നെയാണ്. സോ ഈ ഒരു കാര്യം പറയാനാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തത്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുക കൊള്ളാം എന്നുള്ളൊരു തോട്ട് കൊണ്ട് ചെയ്തതാണ്. സോ ഗൈസ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. താങ്ക് യു ഗൈസ്.